अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुह। अल्हम्दुलिल्लाहि रब्बिल आलमीन वल आक़िबतु लिल मुत्तक़ीन। अस्सलातु वस्सलामु अलैका या रसूलल्लाह, अस्सलातु वस्सलामु अलैका या हबीबल्लाह। इलाही अंत मक़सूदी वरिलाക മത്ലൂബി। ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തും മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. നമ്മളെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു അകറ്റി തരട്ടെ. ധാരാളം ആളുകൾ നമ്മളെ മജ്ലിസിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ അല്ലാഹു അകറ്റി കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. 2025 പരിശുദ്ധമായ റജബ് മാസത്തിലെ രണ്ടാമത്തെ വെള്ളിയാഴ്ചയാണ് നമ്മളൊക്കെ ഉള്ളത്. നമ്മൾക്കറിയാം, വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത് ഒരുപാട് പോരിശകളും മഹത്വങ്ങളും നിറഞ്ഞതാണ്. വെള്ളിയാഴ്ച ദിവസത്തിനെ കുറിച്ച് ഹബീബായ തങ്ങൾ പറഞ്ഞത് സയ്യിദുൽ അയ്യാം. വെള്ളിയാഴ്ച ദിവസം ദിവസങ്ങളുടെ നേതാവാണ്. ദിവസങ്ങളുടെ നേതാവായി പരിചയപ്പെടുത്തിയ ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിൽ ധാരാളം സൽക്രമങ്ങൾ ചെയ്യാൻ അല്ലാഹുവിന്റെ റസൂൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. ധാരാളം സ്വലാത്തുകൾ ചൊല്ലാൻ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. അതുപോലെ തന്നെ സൂറത്തു ദുഹാൻ ഓതാൻ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. സൂറത്തു യാസീൻ ഓതാൻ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു. സൂറത്തുൽ കഹഫ് 3 പ്രാവശ്യം ഓതാൻ മഹാന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒട്ടനവധി സൽക്രമങ്ങൾ ചെയ്യാൻ നിർദ്ദേശിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വെള്ളിയാഴ്ച ദിവസത്തിലാണ് നമ്മൊക്കെ ഉള്ളത്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ദിവസത്തെ പോരിശ ലഭിക്കാൻ വേണ്ടി നമ്മൾക്ക് ദിക്റുകൾ ചൊല്ലണം, സ്വലാത്തുകൾ ചൊല്ലണം. അതിനുശേഷം നമ്മുടെ എല്ലാവരുടെ കാര്യങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ ഒരുമിച്ച് അള്ളാഹുവിനോട് പറയണം. അതുകൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ എല്ലാവരും മജ്ലിസിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളുമായി ബന്ധപ്പെട്ടവരിലേക്കൊക്കെ നമ്മളെ മജ്ലിസ് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മൾ കാരണം ഒരാൾ ഒരു ദിക്റ് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മളെ മജ്ലിസ് നമ്മൾ മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്ത് കൊടുത്തു, അവർ ഈ മജ്ലിസിൽ കയറി ഒരു ദിക്റ് ചൊല്ലിക്കഴിഞ്ഞാൽ അവർ ചൊല്ലിയത് പോലത്തെ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് നൽകുമെന്നുള്ളതാണ്. ആ ഭാഗ്യം നൽകി അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് കൂടുതലായി ഞാനൊന്നും പറയുന്നില്ല, ദിക്റിലേക്കും സലാത്തിലേക്കും കടക്കുകയാണ്. നമ്മൾ ഈ പറയാൻ പോകുന്ന ദിക്റുകൾ സലാത്തുകൾ നിങ്ങളുടെ ജീവിതത്തിൽ പതിവാക്കണം. കഴിയുന്ന ആളുകളൊക്കെ എഴുതിയെടുത്ത് അതെന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഒഴിവുള്ള സമയത്തൊക്കെ നിങ്ങൾ ചെല്ലുക. നിങ്ങൾ ചെല്ലുമ്പോൾ ദിക്റുകളും സലാത്തുകളൊക്കെ ചെല്ലുന്ന ഉമ്മമാരായിരിക്കും. ആ കൂട്ടത്തിൽ നമ്മൾ ഈ പറയാൻ പോകുന്ന ദിക്റുകളും സലാത്തുകളൊക്കെ എഴുതിയെടുത്ത് ചെല്ലണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ആദ്യം മുത്തുനബിയുടെ പേരിലും എന്നും പറയുന്നത് പോലെ അജ്മീർ ഖാജ തങ്ങളെ പേരിലും മഹാനരായ സിഎം വലിയുള്ളാഹി തങ്ങളെ പേരിൽ നമുക്ക് ഫാത്തിഹ ഓതാം. വഇലാ ഹദറത്തി ഹബീബിനാ വസയ്യിദിനാ വശഫീഇനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. വഇലാ ഹദറത്തി ഖാജ മുഈനുദ്ദീൻ അൽ ജിസ്തിൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. വഇലാ ഹദറത്തി ഖുതുബുൽ ആലം സിയം വലില്ലാഹിൽ മദവൂരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ, അർഹമായ പ്രതിഫലം നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി ഒരു ഇസ്തിഗ്ഫാറാണ് നമ്മൾ പറയുന്നത്. പരിശുദ്ധമായ റജബ് മാസത്തിൽ
നമുക്കറിയാം ഇസ്തിഗ്ഫാറുകൾ ധാരാളം നമ്മൾ ചൊല്ലണം. അതുകൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ഇസ്തിഗ്ഫാർ ചൊല്ലാം. ഈ ഇസ്തിഗ്ഫാറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഇസ്മുകളിൽപ്പെട്ട അത്ഭുതകരമായ ഒരു ഇസ്മ് ഈ ഇസ്തിഗ്ഫാറിൽ ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഇസ്മിന് ഒരുപാട് മഹത്വങ്ങൾ ഉണ്ടെന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. ഏതാണ് ആ ഇസ്മ? യാദൽ ജലാലി വൽ ഇക്റാം എന്നുള്ളതാണ്. നമ്മൾ ഇന്ന് ചെല്ലാൻ പോകുന്ന ഇസ്തിഗ്ഫാറിൽ ഈ ഇസ്മ അടങ്ങിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മളെ ജീവിതത്തിൽ രക്ഷ നൽകട്ടെ, നമ്മളെ ജീവിതത്തിൽ വിജയം നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവരും ആത്മാർത്ഥത്തോടെ ചൊല്ലിക്കോളി. അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാദൽ ജലാലി വൽ ഇക്റാം. 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 നമ്മൾ ദിക്റുകളും ഇസ്തിഗ്ഫാറുകളൊക്കെ ചൊല്ലുമ്പോൾ മനസ്സിന്ന് പോരണം കേട്ടോ. വെറുതെ നാവുകൊണ്ട് പറഞ്ഞതും ഉണ്ടാവില്ല, മനസ്സിന്ന് ഇങ്ങനെ പോരണം. അപ്പോഴാണ് ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിത്തരുമെന്ന് മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മനസ്സുകൊണ്ട് ചൊല്ലിട്ടോ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാദൽ ജലാലി വൽ ഇക്റാം. 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 അല്ലാഹുവേ, ഈ ഇസ്തിഗ്ഫാറിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്ത പാവപ്പെട്ട അടിയാറുകളാണ്. പാപങ്ങൾ പുറത്തരണേ അല്ലാഹ്. ഈ മജ്ലിസിനെ സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാഹ്. ഈ മജ്ലിസ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുന്നവർക്ക് പ്രത്യേക സംരക്ഷണം നൽകണേ റഹ്മാനെ. ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് രഹസ്യമായി പരസ്യമായി തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ്. സർവ്വ അപരാധങ്ങളും പൊറുക്കണേ അല്ലാഹ്. പുറത്ത് മാഫാക്കണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചെല്ലാൻ പോകുന്നത് ഒരുപാട് ആളുകൾ പറയുന്ന ഒരു വിഷമാണ് ഉസ്താദെ, സിഹിർ ചെയ്തിട്ടുണ്ട്, കുടുംബക്കാര് സിഹിർ ചെയ്തിട്ടുണ്ട്, കണ്ണേറാണ് ഉസ്താദ്, ഒരു സുഖല്ല, സമ്പത്തൊക്കെ ഉണ്ട്, മക്കളും ഉണ്ട്, ആരോഗ്യമുണ്ട്, പക്ഷേ എന്താണെന്നറിയില്ല, വീട്ടിൽ ചെന്നാൽ പ്രയാസാണ്, വല്ലാത്ത ബുദ്ധിമുട്ടാണ്, മാനസികമായ പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ് ഉസ്താദെ എന്നൊക്കെ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഭയക്കേണ്ടത് ആരെന്നറിയോ? നമ്മളെ അയൽവാസികളല്ല, നമ്മളെ കൂട്ടുകാരല്ല. ചില ആളുകൾ കരുതുണ്ടാവും അമ്മായിമാനെയാണ് കൂടുതൽ ഭയക്കേണ്ടതെന്ന്. അതൊന്നുമല്ല, അമ്മോശനെയല്ല കൂടുതൽ ഭയക്കേണ്ടത്, മരുമക്കളെയല്ല കൂടുതൽ ഭയക്കേണ്ടത്, കൂട്ടുകാരെന്നല്ല. നമ്മൾ കൂടുതലായി ഭയക്കേണ്ടത് ആരെന്നറിയോ? ശൈത്താനെയാണ്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ ഏറ്റവും വലിയ ശത്രു അത് ഇബ്ലീസാണ്, അത് ശൈത്താനാണ്. കുടുംബ കലഹം ഉണ്ടാക്കുന്നത് ശൈത്താനാണ്. ഭാര്യ ഭർത്താക്കന്മാര് തല്ലുകൂടുന്നത് ശൈത്താൻ കാരനാണ്. സിഹിർ അത് ശൈത്താന്റെ പ്രയാസാണ്. കണ്ണേറ് അത് ശൈത്താന്റെ ഉപദ്രവമാണ്. അപ്പൊ പൈശാചികമായ ശർറിൽ നിങ്ങൾക്ക് കാവലുണ്ടാകണം. ഈ പറയാൻ പോകുന്ന ദിക്ർ നിങ്ങൾ എല്ലാ ദിവസവും ചൊല്ലണം. ഈ എല്ലാ ദിവസവും നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ കണ്ണേറിനൊക്കെ രക്ഷപ്പെടും, സീറിൽ നിന്നൊക്കെ രക്ഷപ്പെടും. ആരെങ്കിലും നമുക്ക് സീർ ചെയ്തിട്ടാൽ തന്നെ ആ ബുദ്ധിമുട്ട് നമ്മൾ കേൾക്കൂല എന്നുള്ളതാണ്. ഏതാണ് ആ ഇസ്തിഗ്ഫാർ? ഏതാണ് ആ ദിക്ർ? നമുക്ക് ചൊല്ലാം. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. 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 അഊദു ബികലിമാത്തി
ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ് അഊദു 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 ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. അല്ലാഹുവേ, ഞങ്ങൾ ഈ ചൊല്ലിയ അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി എന്ന് പറയുന്ന ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് സിഹ്റിനെ തൊട്ട് കാക്കണേ അല്ലാ. ഒരുപാട് ഉമ്മമാര് സിഹ്ർ കാരണം പ്രയാസത്തിലാണ്. ഉപ്പമാര് ഒരുപാട് കുടുംബം സിഹ്ർ കാരണം തകർന്നിട്ടുണ്ട്. സിഹ്റിനെ തൊട്ട് കാക്കണേ അല്ലാ. കണ്ണേറിനെ തൊട്ട് കാക്കണേ അല്ലാ. പൈശാചികമായ ശ്രദ്ധകളെ തൊട്ട് കാക്കണേ അല്ലാ. പിശാച് ബാധയെ തൊട്ട് കാക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത് ശിർക്കിനെ തൊട്ട് കാവല് ചോദിക്കാണ്. അള്ളാഹുവിന്റെ റസൂൽ കൂടുതലായി ഭയന്നിരുന്ന ഒന്നാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകൽ, കുഫർ, അതുപോലെ തന്നെ ദാരിദ്ര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ റസൂലുള്ള ശിർക്കിനെ തൊട്ട് കാവല് ചോദിച്ചിരുന്നു എന്നുള്ളതാണ്. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണ്, ഇപ്പൊ നമ്മളെ സമൂഹത്തിൽ ഒരുപാട് ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നുണ്ട്. എന്തുകൊണ്ടാ? അന്യമതസ്ഥപ്പെട്ട ഒരാളെ സ്നേഹിക്കുക. നമ്മളെ മക്കളെ അവസ്ഥയാണ്. ന്യൂ ജനറേഷൻ ആണ്, അവരോട് പറഞ്ഞാൽ മനസ്സിലാവൂല. നമ്മളെ പെൺകുട്ടികളാണ് പ്രത്യേകം ആ ചതിയിൽ അകപ്പെടുന്നത്. അന്യ മതത്തിലുള്ള ആളുകളെ സ്നേഹിച്ചുകൊണ്ട് അവരെ പോയി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ട് അവരെ പോയി വിവാഹം ചെയ്യുന്ന ഒരു കാലമാണ്. അള്ളാഹു നമ്മളെ മക്കളെയൊക്കെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ, അഥവാ ശിർക്കിൽ നിന്ന്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ചെല്ലേണ്ട ഒരു ദിക്റാണ് നമ്മൾ ചെല്ലുന്നത്. ഇത് മക്കളോടൊക്കെ ചെല്ലാൻ പറയണം. അതുപോലെ തന്നെ നമ്മളിത് ചൊല്ലിയിട്ട് മക്കൾക്ക് മന്ത്രം ചൊല്ലി കൊടുക്കണം. എഴുതിയെടുത്തോളിട്ടോ. ഏതാണത്? അല്ലാഹു അല്ലാഹു റബ്ബി ലാ ഉശ്രികു ബിഹി ശൈആ. 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 അല്ലാഹു ശിർക്കിനെ തൊട്ട് കാക്കട്ടെ, വിശ്വാസ വൈകല്യങ്ങളെ തൊട്ട് കാക്കട്ടെ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന പ്രവർത്തനങ്ങളെ തൊട്ട്, വാക്കുകളെ തൊട്ട്, ചിന്തകളെ തൊട്ട് നമ്മളെയും നമ്മളെ മക്കളെ അല്ലാഹു കാക്കട്ടെ, അല്ലാഹു സംരക്ഷിക്കട്ടെ, അല്ലാഹു കാവല് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ഒരു തവക്കുലിന്റെ ദിക്റാണ് ചെല്ലുന്നത്. ഈ ദിക്ർ നമ്മൾ എപ്പോഴും ചെല്ലണം. മഹാന്മാരൊക്കെ ചൊല്ലിയിരുന്നു എന്നുള്ളതാണ്. വളരെയേറെ പോരിശയുണ്ട് ഈ ദിക്ർ ചൊല്ലിയാൽ. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും സങ്കടങ്ങളൊക്കെ
മാറുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. ഏതാണ് ആ ദിക്ർ? നിങ്ങൾക്കൊക്കെ അറിയുന്ന ദിക്റാണ്. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ വ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ വ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ ونعم المولى ونعم النصير. حسبنا الله ونعم الوكيل نعم 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 المولى ونعم النصير. حسبنا الله نعم الوكيل ونعم المولى نعم النصير. حسبنا الله نعم الوكيل نعم المولى ونعم النصير. حسبنا الله ونعم 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 الوكيل نعم المولى ونعم النصير. അല്ലാഹുവേ, ഈ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ടെൻഷനുകൾ നീ അകറ്റി തരണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ. റാഹത്ത് നൽകണേ അല്ലാ. ദുഃഖങ്ങൾ അകറ്റി തരണേ അല്ലാ. കഷ്ടപ്പാടുകൾ അകറ്റി തരണേ അല്ലാ. സന്തോഷം നൽകണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ. അഭിമാനം നൽകണേ അല്ലാ. ആരോഗ്യം നൽകണേ അല്ലാ. സന്തോഷം നൽകണേ അല്ലാ. ബറക്കത്ത് നൽകണേ അല്ലാ. കാവല് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾക്ക് മഹാനായ അജ്മീർ തങ്ങളെ കൊണ്ട് തവസ്സുലാക്കാം. അജ്മീർ ഖാജ തങ്ങൾ ചില്ലറക്കാരനല്ല. അജ്മീർ തങ്ങളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്നും അജ്മീർ ഖാജ തങ്ങളെ പേരിൽ നിങ്ങൾ ഫാത്തിഹ ഓതും, അവിടുത്തെ പേരിൽ തവസ്സുൽ നടത്തും. അത്രയും വലിയ മഹാനാണ് അജ്മീർ ഖാജ തങ്ങൾ. ഇൻഷാ അല്ലാഹ് അവിടുത്തെ പേരിൽ തവസ്സുൽ നടത്താം. لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله. സുഹൃതങ്ങളേറെ ചെയ്യുവാൻ പാപങ്ങളെ അകറ്റുവാൻ മികവുറ്റ ജീവിതം തീർക്കുവാൻ അജ്മീർ വലി തുണ റബ്ബന. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. സൽക്കർമ്മമിൽ മുഴുകിടുവാൻ സന്താപമെല്ലാം മാറുവാൻ സന്തോഷ ജീവിതം ഏറ്റുവാൻ അജ്മീർ വലി തുണ റബ്ബന. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. കടമ്പീടി റാഹത്തായിടാൻ ബന്ധങ്ങളിൽ ഖൈറേറിടാൻ മനസ്സിന്റെ വ്യതകൾ മാറിടാൻ അജ്മീർ വലി തുണ റബ്ബന. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തുൻ അജ്മീർ വലി ബറകത്തിനാൽ എമിക്കാക്കണം യാ റബ്ബന. ലാ ഇലാഹ ഇല്ലല്ലാഹു
ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഭൂമി മീതെ പാപിയായി വാണിടുന്ന ഞങ്ങളെ ശൈഖുനാ മടവൂരിനാലെ കാവലേക് റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ലാഹിറും വബാത്തിനായ രോഗമീന്ന് ഞങ്ങളെ ശൈഖുനാ മടവൂരിനാലെ മാറ്റിടേണേ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ദണ്ണംബാവാസൂരിയും മറ്റുള്ള ദീനമടങ്കലും അജ്മിർ വലി ബറകത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. കച്ചവടം കൃഷി മുഴുവനും ചെയ്യുന്ന ജോലിയിലൊക്കെയും അജ്മിർ വലി ബറകത്തിനാൽ റഹ്മത്ത് തായാ റബ്ബനാ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഈ മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് നമ്മളെ ജീവിതത്തിൽ അല്ലാഹു സമാധാനം നൽകട്ടെ. മഹാന്മാര് നമ്മളെ സഹായിയാണെന്ന് റസൂലുള്ളാഹി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. മഹാന്മാരോട് കാവല് ചോദിക്കാനും അവരോട് തവസ്സുൽ നടത്താനൊക്കെ മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ശിർക്കോ അത് ബിദ്അത്തൊന്നും അല്ല, ഇസ്ലാമിന്ന് പുറത്തു പോകുന്നില്ല. മഹാന്മാര് നമ്മളെ സഹായിക്കുമെന്ന് എത്രയോ മഹാന്മാർ അവരെ കിതാബിൽ രേഖപ്പെടുത്തിയതാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് CM വലിയുള്ളാഹി തങ്ങളെ ബർക്കത്ത് കൊണ്ട് അജ്മീർ ഹാജി തങ്ങളെ ബർക്കത്ത് കൊണ്ട് നമ്മളെ ജീവിതത്തിൽ അല്ലാഹു സമാധാനം നൽകട്ടെ. നമ്മളൊക്കെ ആരാ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? ഇബാദത്തുണ്ടോ? നമ്മൾ കുറെ നിസ്കരിച്ചിട്ടുണ്ട്, നോമ്പോറ്റുണ്ട്, അത് സ്വീകരിച്ചു എന്ന് വല്ല തെളിവുണ്ടോ? അത് സ്വീകരിച്ചു എന്താ ഉറപ്പ്? നിസ്കരിക്കുമ്പോൾ എന്തെല്ലാം ചിന്തകളാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്? നിസ്കരിക്കുമ്പോഴാണ് ജോലിയുടെ കാര്യം ഓർമ്മ വരുന്നത്, അടുക്കളയിലെ കാര്യം ഓർമ്മ വരുന്നത്, മറ്റുള്ള കുറ്റങ്ങളും കുറവുകളും ഒക്കെ നിസ്കരിക്കുമ്പോഴാണ് ഓർമ്മ വരുന്നത്. നമ്മളെ നിസ്കാരമൊക്കെ എന്താണ് പ്രിയമുള്ളവരെ? അള്ളാഹിനെ കുറിച്ച് ചിന്ത ഉണ്ടോ നമുക്ക്? അള്ളാഹിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കാൻ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നമുക്ക് ഈ കണ്ട വെള്ളം തന്നതും വസ്ത്രം തന്നതും ഭക്ഷണം തന്നതും എല്ലാം തന്നത് അള്ളയാണ്. നമ്മളെ മക്കളെ തന്നത് അള്ളയാണ്. ആ റബ്ബിനെ കുറിച്ച്, നമ്മളെ സംരക്ഷിക്കുന്ന യജമാനനെ കുറിച്ച് ആലോചിക്കാൻ, യജമാനെ ദിക്ർ ചൊല്ലാൻ, അവനെ കുറിച്ച് ഓർത്തിരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തുന്നുണ്ടോ? പ്രിയമുള്ളവരെ, മഹാന്മാർ അവരുടെ ജീവിതം അതിനു വേണ്ടി മാറ്റിവെച്ചവരാണ്. അവരെല്ലാം മറന്ന് അല്ലാഹുവിന് വേണ്ടി ജീവിച്ചു. ഇന്നലില്ലാഹി ഇബാദം ഫൂതനാ ത്വല്ലഖുദ്ദുനിയാ വഖാഫിൽ ഫിത്നാ. അല്ലാഹുവിന്റെ ഔലിയാക്കളുണ്ട്. എന്താണ് അവരെ പ്രത്യേകത? അവര് നല്ല ബുദ്ധികൂർമ്മതയുള്ളവരാണ്. അവര് ദുനിയാവിനെ തുലാക്ക് ചൊല്ലി, ദുനിയാവിനെ ഒഴിവാക്കി പോയി. കാരണം ഈ ദുനിയാവെന്ന് പറയുന്നത് എന്നെന്നും ജീവിക്കുന്നതല്ല, എല്ലാം അവസാനിക്കും. നമ്മളെ ആരോഗ്യം അവസാനിക്കുകയാണ്, നമ്മളെ മുടികളൊക്കെ നരച്ചു പോവുകയാണ്, നമ്മൾ സുന്ദരമായി അതാ തേച്ചുമിനിക്ക് നടന്ന നമ്മളെ ശരീരമൊക്കെ ചൊളിഞ്ഞു പോകൂലേ, നമ്മളെ ആരോഗ്യമൊക്കെ നശിച്ചു പോകൂലേ? ഒന്നും ഇവിടെ നിലനിൽക്കൂല, ഒക്കെ നശിക്കും. ആരോഗ്യം നശിക്കും, നമ്മളെ ഭംഗി നശിക്കും, സമ്പത്തും നശിക്കും. ഇവിടെ അല്ലാഹ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള മഹാന്മാരുണ്ടായിരുന്നു, അള്ളാഹ്ക്ക് വേണ്ടി മാത്രം ജീവിച്ചവര്. അതിൽപ്പെട്ടവരാണ് CM വലിയുള്ളാഹി തങ്ങളും അജ്മീർ ഹാജി തങ്ങളൊക്കെ. അവിടുത്തെ പൊരുത്തം അള്ളാഹു നൽകട്ടെ, ബറക്കത്ത് നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് റജബിലുള്ള പ്രാർത്ഥന, ബറക്കത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന. ഈ പ്രാർത്ഥന ചെല്ലുമ്പോൾ നമ്മളെ മനസ്സിൽ എന്താ വേണ്ടെന്നറിയോ? മക്കളിൽ ബറക്കത്ത് തരണേ അല്ലാ, സമ്പത്തിൽ ബറക്കത്ത് തരണേ അല്ലാ, കുടുംബത്തിലൊക്കെ ബറക്കത്ത് നൽകണേ എന്നുള്ള ചിന്ത നമ്മളെ മനസ്സിലേക്ക് ഇങ്ങനെ വരണം. ധാരാളം ബറക്കത്ത് ചെയ്യുന്ന മാസാണല്ലോ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ. അല്ലാഹുമ്മ ബാരിക്
بارك لنا في رجب وشعبان وبلغنا رمضان اللهم 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 بارك لنا في رجب وشعبان وبلغنا رمضان അർഹമർ റഹീമീനായ അല്ലാഹ് റജബിൽ ഞങ്ങൾക്ക് ബർക്കത്ത് കൊണ്ട് അല്ലാഹ് ശഅബാനിലും ബർക്കത്ത് കൊണ്ട് അല്ലാഹ് റമളാനിലേക്ക് എത്തിക്കണേ റഹ്മാനെ ഞങ്ങളെ നികില മേഖലകളിലും ബർക്കത്ത് നൽകണേ അല്ലാഹ് പ്രത്യേകിച്ച് ഞങ്ങളെ കുടുംബങ്ങളിലും മക്കളിലും ഞങ്ങളെ വീടുകളിലും ബർക്കത്ത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ഈ പ്രാർത്ഥന എപ്പോഴും പ്രാർത്ഥിക്കണം കേട്ടോ നിസ്കാരം കഴിഞ്ഞാൽ നീച്ചു മണ്ടല്ല ചില ആളുകളുണ്ട് നിസ്കാരം കഴിഞ്ഞാൽ ഒന്നും നോക്കൂല അസ്സലാമു അലൈക്കും മാക്ക് ചോറ് എന്ന് പറഞ്ഞു മണ്ടണ കുറെ ആളുകളുണ്ട് അതുപോലെ തന്നെ സഹോദരിമാര് അടുക്കളയിലേക്ക് മണ്ടും ഒക്കെ നേർത്ത് ഒരുക്കി വെക്കണം ഭക്ഷണങ്ങളൊക്കെ എന്നിട്ട് നിസ്കാരത്തിന് വേണ്ടി തയ്യാറായിരിക്കണം എന്നുള്ളതാണ് ചില ഉമ്മമാരൊക്കെ എപ്പോഴാണ് ലൂർ നിസ്കരിക്കല് അസ്ർ നിസ്കാരത്തിന്റെ തൊട്ട് മുമ്പ് അതുവരെ നിസ്കരിക്കാതിരിക്കും അതൊക്കെ തനി അബദ്ധമാണ് നിസ്കാരം പിന്തിക്കാൻ തന്നെ പാടില്ല അതിന്റെ കൃത്യസമയത്ത് നിസ്കരിക്കണം അവനാണ് യഥാർത്ഥ സത്യവിശ്വാസി ഇത് നിസ്കരിക്കൂല അങ്ങനെ വെറുതെ ഇരുന്ന് ഇങ്ങനെ അടിച്ചോരൂല തുടക്കൂല രാവിലെ നീച്ചിട്ട് അങ്ങനെ സമയം കഴിക്കാൻ പറ്റൂല ഉമ്മമാരെ നമ്മളൊരു മനുഷ്യനായി മുസ്ലിമായി മാറും മുസ്ലിമിന് ചില മര്യാദകളൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മളൊരു മജ്ലിസിൽ അത് തന്നെ പറയണം രാവിലെ എണീറ്റത് മുതൽ വൈകുന്നേരം വരെ ഒരു മുസ്ലിമായ മനുഷ്യൻ എങ്ങനെ ജീവിക്കണം നമ്മൾ പഠിക്കണം നമുക്ക് എന്താ പറ പണി അള്ളാഹു നന്നാക്കി തരട്ടെ അള്ളാഹു എന്നെയും നന്നാക്കട്ടെ നിങ്ങളെയും നന്നാക്കട്ടെ ഞാൻ നല്ല ആള് നല്ലട്ടെ ഇതിന്റെ അർത്ഥം ഞാൻ വളരെ മോശപ്പെട്ട ആളാണ് എന്റെ ഹൃദയം വളരെ മോശമാണ് നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി ദ്വാരക്കണം നമ്മൾ ഈ മജ്ലിസ് നടന്നു ദിക്ർ ചൊല്ലുമ്പോൾ ഞാൻ നന്നാവാൻ വേണ്ടിയിട്ടാണ് ഈ മജ്ലിസ് ഒക്കെ നടത്തുന്നത് നിങ്ങളും നന്നാവും ഞാനും നന്നാവണം എന്റെ ആഗ്രഹം അതാണ് ഞാൻ നന്നാവണം ഖൽബ് ശുദ്ധിയാവണം ദിക്ർ ചൊല്ലാനുള്ള മനസ്സ് നൽകണം അതാണ് നമ്മളെ ആഗ്രഹം നമ്മളെ കയ്യിൽ ഒന്നുമില്ലാതെ പോകാൻ പറ്റുമോ അള്ളാഹിന്റെ അടുക്കലേക്ക് പോകുമ്പോൾ അള്ളാഹിനെ കാണാൻ പറ്റുന്ന കണ്ണ് വേണ്ടേ അള്ളാഹുവിന്റെ അടുക്കലേക്ക് പോകുമ്പോൾ അള്ളാഹുവിനെ നോക്കാൻ പറ്റുന്ന കണ്ണ് വേണ്ടേ അള്ളാഹുവിനോട് സംസാരിക്കാൻ പറ്റുന്ന നാവ് നമുക്ക് വേണ്ടേ പ്രിയമുള്ളവരെ അത് നമുക്കുണ്ടോ അത് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടോ ഇല്ല നമ്മളെ അടുക്കലില്ല ഇനി നമുക്ക് അസ്മാഉൽ ഹുസ്നയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മ അല്പം ചൊല്ലാം യാ ഹയ്യു യാ ഖയ്യൂം 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 ചൊല്ലിക്കോളി വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് എത്ര ചൊല്ലിയാലും ഇത് തീരൂല അത്രയും മഹത്തുണ്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ ഇസ്മ കൊണ്ട് അല്ലാഹു ചെയ്തു തരും ഇന്ന് ഈ മജ്ലിസിൽ മാത്രമല്ല ഈ മജ്ലിസ് കഴിഞ്ഞാലും നിങ്ങൾ ചൊല്ലേണ്ട ഒരു ഇസ്മാണ് യാ ഹയ്യു യാ ഖയ്യൂം അല്ലാഹുവേ ഈ ഇസ്മിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ഖൽബ് ശുദ്ധിയാക്കി തരണേ അല്ലാഹ് എല്ലാ ശ്രദ്ധകളെ തൊട്ടും സാധുക്കളായ ഞങ്ങളെ കാത്തു രക്ഷിക്കണേ റഹ്മാനെ സന്തോഷം നൽകണേ അല്ലാഹ് റാഹത്ത് നൽകണേ അല്ലാഹ്
ഇൻഷാ അല്ലാഹ്. ഇനി അള്ളാഹുവിന്റെ റസൂലിന്റെ പേരുള്ള ഒരു സ്വലാത്താണ് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം. ധാരാളം സ്വലാത്ത് ചെല്ലാൻ മഹാന്മാര് നിർദ്ദേശിച്ചതാണ്. ഈ സ്വലാത്തിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് കടക്കുന്നില്ല. എല്ലാവരും എന്റെ കൂടെ പറയുക. ചെല്ലാൻ കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടാവും, എന്നാലും എന്റെ കൂടെ പറയുക സ്ക്രീനിലേക്ക് നോക്കിയിട്ട്. ചില ആളുകൾക്കൊക്കെ അത് അറിയാം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത്ത് ഹീലത്തി അദ്രികിനി യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത്ത് ഹീലത്തി അദ്രികിനി അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത്ത് ഹീലത്തി അദ്രികിനി യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത്ത് ഹീലത്തി അദ്രികിനി അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത്ത് ഹീലത്തി അദ്രികിനി അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത്ത് ഹീലത്തി അദ്രികിനി അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത്ത് ഹീലത്തി അദ്രികിനി അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത്ത് ഹീലത്തി അദ്രികിനി അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് ഖുദ് ബിയദി ഖല്ലത്ത് ഹീലത്തി അദ്രികിനി. എത്ര ചൊല്ലിയാൽ എന്ത് രസാണിത് ചെല്ലാനില്ലേ? നല്ല രസമുണ്ട് ചെല്ലാന്. അത് ആത്മാർത്ഥതയോടുകൂടെ ആകുമ്പോ വല്ലാത്ത ഫായിദ, വല്ലാത്ത ഫദീലത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഇത് വെള്ളിയാഴ്ച ദിവസം പ്രത്യേകം 1000 പ്രാവശ്യം ചെല്ലാൻ, വെള്ളിയാഴ്ച രാവിലെ പ്രത്യേകം 1000 പ്രാവശ്യം ചെല്ലാൻ മഹാന്മാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മളെ ഉദ്ദേശിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുള്ളതാണ്. നമ്മൾ ആഗ്രഹിച്ച കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തി തരുമെന്നുള്ളതാണ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി അസ്മാഉൽ ഹുസ്നയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇസ്മു നമ്മൾക്ക് ചൊല്ലാം. യാ സലാമു യാ അല്ലാഹ്, 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 യാ സലാമു യാ അല്ലാഹ്. ഇത് രക്ഷയുടെ ഇസ്മാണ്, കാവലിന്റെ ഇസ്മാണ്. യാത്ര പോകുമ്പോ ചൊല്ലിക്കോളൂ, ഏത് സ്ഥലത്തേക്ക് പോകുമ്പോഴും ചൊല്ലിക്കോളൂ. ഇത് രക്ഷയുടെ ഇസ്മാണ്, സലാമത്തിന്റെ ഇസ്മാണ് കേട്ടോ. അല്ലാഹുവേ, ഇസ്മിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ രക്ഷ നൽകണേ റഹ്മാനെ, സന്തോഷം നൽകണേ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് അഫ്ളൽ ദിക്ർ ചൊല്ലിയാണ്. അഫ്ളൽ ദിക്ർ അറിയാലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അഫ്ളൽ ദിക്ർ ഏതാണെന്ന് ചോദിച്ചാൽ അറിയില്ല എന്ന് പറയാൻ പറ്റില്ല. മുഅ്മിൻ അത് അറിയണം. ഒരു മുഅ്മിനാണോ അത് അറിയണം. അഫ്ളൽ ദിക്ർ ഏതാ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ചെല്ലുമ്പോൾ അങ്ങനെ ആനന്ദം അങ്ങനെ വരണം ഹൃദയത്തിൽ.
جددوا إيمانكم ونوروا قلوبكم وزينوا ألسنتكم بقول لا إله إلا الله 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 അല്ലാഹുവേ അഫ്ളൽ ദിക്റിന്റെ ബറക്കത്ത് കൊണ്ട് ഈമാൻ ശക്തിപ്പെടുത്തണേ അല്ലാഹ്. ഈമാൻ ശക്തിപ്പെടുത്താനുള്ള ദിക്റാണിത്. ഈമാൻ ശക്തിപ്പെടണം, മുസ്ലിമാവണം, മുസ്ലിമായി മരിക്കണം. മരിക്കുന്ന സമയത്ത് ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കഴിഞ്ഞാൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണമെങ്കിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ബന്ധപ്പെടണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇനി അല്പം സ്വലാത്ത് ചൊല്ലാം. ഫാത്തിമിയ സലാത്താണ് നമ്മൾ ചൊല്ലുന്നത് കേട്ടോ. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വാഹിലി, 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 اللهم صل على النور واهلي 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 അല്ലാഹുവേ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് മദീനയിൽ ചെല്ലാൻ മുത്തുനബിയെ സിയാറത്ത് ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. സ്വപ്നം കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. അവിടുത്തെ പാത പിൻപറ്റി ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനേ. لا حول ولا قوة إلا بالله العلي العظيم 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 لا حول ولا قوة إلا بالله العلي العظيم
അത്ഭുതങ്ങളുടെ കലവറയാണ്, സ്വർഗത്തിലെ നിധിയാണ്. അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ഒരുപാട് രോഗങ്ങൾക്ക് ശിഫയാണ്, അള്ളാഹു ശിഫ നൽകട്ടെ. ദാരിദ്ര്യത്തിന് തൊട്ട് കാവലാണ്, അള്ളാഹു കാവൽ നൽകട്ടെ. ഇനി ഇസ്തിഗ്ഫാർ ചൊല്ലിയിട്ട് നമുക്ക് ദുആർക്കാം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ, പാപങ്ങൾ പുറത്തു തരട്ടെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യൻബഗി ലിജലാലി വജ്ഹിക വഅലീമി സുൽത്താനിക. അർഹമുർ റഹീമീനായ രാജാധിരാജനായ അല്ലാഹ്, ഞങ്ങളെ മജ്ലിസ് നീ ഖബൂൽ ചെയ്യണേ റഹ്മാനേ. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വഅഹ്ലി. രാജാധിരാജനായ റഹ്മാനേ, ഞങ്ങൾ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലി, ഒരുപാട് ദിക്റുകൾ ചൊല്ലി, ഒരുപാട് ഇസ്തിഗ്ഫാറുകൾ ചൊല്ലി. എല്ലാം ഖബൂൽ ചെയ്യണേ അല്ലാ, എല്ലാം സ്വീകരിക്കണേ അല്ലാ, എല്ലാറ്റിനും അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. ഒരുപാട് ഉമ്മമാര് സഹോദരിമാര് പല ഉദ്ദേശങ്ങളെ വെച്ചാണ് ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലുന്നത്. ആ ഉദ്ദേശങ്ങൾ മുഴുവനും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. മക്കളിൽ ബർക്കത്ത് നൽകണേ അല്ലാ, കുടുംബത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ, ദാമ്പത്യ ജീവിതത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ, ജോലിയിൽ ബർക്കത്ത് നൽകണേ അല്ലാ, കച്ചവടത്തിൽ ബർക്കത്ത് നൽകണേ റഹ്മാനെ. ഒരുപാട് ആളുകൾ കടക്കണിയിൽ പെട്ടിട്ടുണ്ട്, കടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത ആളുകളുണ്ട്, മറ്റുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയ ആളുകളുണ്ട്. റബ്ബേ, കടത്തിനെ തൊട്ട് കാക്കണേ, കടമെന്ന മുസീബത്തിനെ തൊട്ട് കാക്കണേ. കടക്കാരനായി മരിക്കേണ്ട ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരുത്തല്ല അല്ലാ. മരിക്കുന്നതിന്റെ മുമ്പ് കടങ്ങൾ വീട്ടാനുള്ള സമ്പത്ത് നൽകണേ റബ്ബേ. ഒരുപാട് ആളുകൾ വീടില്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്. ഓലമേഞ്ഞ വീടിലാണെന്ന് പറഞ്ഞവരുണ്ട്, വാടക വീട്ടിലാണ് കഴിയുന്നവരെന്ന് പറഞ്ഞവരുണ്ട്. ശരിക്കും മക്കളുമായി റാഹത്തോടെ ജീവിക്കാനുള്ള നല്ല വീട് നൽകണേ അല്ലാ. ഉദ്ദേശിച്ച വീട് നൽകണേ റഹ്മാനെ. ഉള്ള വീട്ടിൽ സന്തോഷവും സമാധാനവും നൽകണേ അല്ലാ. തുടങ്ങിയവർക്ക് അത് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അതിന് ഞങ്ങളെ മജ്ലിസ് കാരണമാക്കണേ റഹ്മാനെ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കല്ലാ. വിവാഹപ്രായമെത്തിയിട്ട് ഉസ്താദേ, എന്റെ മക്കൾക്ക് ഇപ്പോഴും വിവാഹം ശരിയായിട്ടില്ല. 27 വയസ്സായി, 30 വയസ്സായി, 35 വയസ്സായി, കല്യാണം ശരിയാകുന്നില്ല. പലരും മുടക്കുന്നു, പലതും മുടങ്ങിപ്പോകുന്നു. നല്ല വിവാഹം കൊടുക്കണേ റഹ്മാനെ. നല്ല ദാമ്പത്യ ജീവിതം നൽകണേ അല്ലാ. അതുകൊണ്ട് വിവാഹ പ്രായമെത്തിയ മക്കൾക്ക് അനുയോജ്യമായ ഇണകളെ കൊടുക്കണേ റഹ്മാനെ. ഞങ്ങളെ ദാമ്പത്യ ജീവിതത്തിൽ ഖൈർ നൽകണേ അല്ലാ. സന്തോഷവും ഐക്യവും നിലനിർത്തണേ റഹ്മാനെ. പാവപ്പെട്ട ഞങ്ങളെ മാതാപിതാക്കൾക്ക് ആഫിയത്തും ആരോഗ്യവും കൊടുക്കണേ അല്ലാ. അതുപോലെ ഞങ്ങളെ മാതാപിതാക്കൾ, ഞങ്ങളെ ഭാര്യ മക്കള്, ജ്യേഷ്ഠന്മാര്, കുടുംബക്കാര്, ബന്ധപ്പെട്ടവര്, സ്നേഹിച്ചവര്, സഹായിച്ചവര്, അയൽവാസികളുണ്ട്, ഭക്ഷണം തന്നവരുണ്ട് റഹ്മാനെ. അയൽവാസികൾ, കുടുംബക്കാര്, സ്നേഹിച്ചവര്, സഹായിച്ചവര്, വല്ലുപ്പ വല്ലുമ്മമാര്, എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ്സും ആരോഗ്യവും ഇസ്സത്തും ഖുവത്തും റാഹത്തും ഈമാനും തഖ്വയും നൽകണേ അല്ലാ. ഞങ്ങളെ രോഗങ്ങൾ ശിഫയാക്കി തരണേ അല്ലാ. ഒരുപാട് രോഗികളുണ്ട്, പൂർണ്ണ ശിഫ നൽകണേ അല്ലാ. ആയുരാരോഗ്യം നൽകണേ റഹ്മാനെ. പ്രയാസങ്ങളെ തൊട്ട്, വേദനകളെ തൊട്ട് കാക്കണേ റഹ്മാനെ. എന്ത് രോഗമുണ്ടെങ്കിലും ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ശിഫ കൊടുക്കണേ അല്ലാ. പ്രഷർ ഉള്ളവര്, ഷുഗർ ഉള്ളവര്, ക്യാൻസർ ഉള്ളവര്, ഊരവേദന, തലവേദന, കണ്ണുവേദന, തലച്ചോറിന് പ്രശ്നമുള്ള ആളുകൾ, കിഡ്നിക്ക് പ്രശ്നമുള്ള ആളുകള്, ഒരു ഓപ്പറേഷൻ പറഞ്ഞ ആളുകളുണ്ട്, ശിഫ കൊടുക്കണേ അല്ലാ. ആയുരാരോഗ്യം കൊടുക്കണേ അല്ലാ. ഈ റജബ് മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഞങ്ങളെ ദാറുൽ മുബീൻ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് ശിഫ കൊടുക്കല്ലാ. അല്ലാഹുവേ, പൈശാചികമായ സിഹ്ർ, കണ്ണേറുകളെ തൊട്ട് കാക്കണേ അല്ലാ. കുഫറിനെ തൊട്ട് കാക്കണേ അല്ലാ. വിശ്വാസ വൈകല്യങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളെ സ്വഭാവം നന്നാക്കണേ അല്ലാ. 5 വക്ത് നിസ്കരിക്കാനും അതുപോലെ തന്നെ നിനക്ക് ഇബാദത്ത് ചെയ്യാനുമുള്ള മനസ്സ് ഞങ്ങൾക്കും ഞങ്ങളെ കുടുംബങ്ങൾക്കും മക്കൾക്ക് ഭാര്യമാർക്ക് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ.
ഞങ്ങളെ ഇബാദത്തുകൾ കബൂൽ ചെയ്യണേ അല്ലാ. ഞങ്ങളെ പാപങ്ങൾ പുറത്തരണേ അല്ലാ. സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. മരണപ്പെട്ടവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. സ്വർഗമാക്കണേ അല്ലാ. സന്തോഷത്തിലാ കൊടുക്കണേ റഹ്മാനെ. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. സാമ്പത്തികമായ ഹദ്ദ് നൽകണേ റഹ്മാനെ. ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് നല്ല ജോലി കൊടുക്കല്ല. ഉദ്ദേശിച്ച ജോലി കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. പഠിച്ച ജോലി കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. ഉള്ള ജോലിയിൽ സാലറിയിൽ വർധനവ് നൽകണേ അല്ലാ. ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, നരകത്തിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ. ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. നിന്നെ കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ഉംറ ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. മുത്തുനബിയുടെ ചാരത്ത് പോയി സലാം പറയാൻ, മുത്തുനബിയെ ഒന്ന് കാണാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഈമാൻ സലാമത്തിലാക്കണേ അല്ലാ. ഞങ്ങളെ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങളെ പാപങ്ങളൊക്കെ പുറത്തരണേ അല്ലാ. സന്തോഷം നൽകണേ റഹ്മാനെ. എല്ലാ മേഖലയിലും കാവല് നൽകണേ അല്ലാ. പ്രകൃതി ദുരന്തങ്ങൾ, അപകടങ്ങൾ, ആക്സിഡന്റ് പോലത്തെ ദുരന്തങ്ങളെ തൊട്ട് ഞങ്ങളെ കാത്തണേ അല്ലാ. ഞങ്ങളെ കുടുംബങ്ങളെ കാക്കണേ അല്ലാ. ഞങ്ങളെ സ്നേഹിച്ചവരെ സഹായിച്ചവരെ കാക്കണേ റഹ്മാനെ. ഈ മജ്‌ലിസിനെ സ്നേഹിക്കുന്നവരുണ്ട്, സഹായിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ ഖൈർ നൽകണേ അല്ലാ. സ്വർഗം നൽകണേ അല്ലാ. നരകത്തിനെ തൊട്ട് കാക്കണേ അല്ലാ. ഈ മജ്‌ലിസിൽ ആര് എന്ത് ഉദ്ദേശം വെച്ചാണോ ഇരുന്നതെങ്കിൽ ആ ഉദ്ദേശം നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. സർവ്വ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. സർവ്വ ബുദ്ധിമുട്ടുകളും നീ അകറ്റി കൊടുക്കണേ അല്ലാ. അതിന് ഈ മജ്‌ലിസ് ഈ മാസം കാരണമാക്കണേ അല്ലാ. മുഅ്മിനീങ്ങളെ ഇസ്സത്ത് നീ സംരക്ഷിക്കണേ റഹ്മാനെ. അല്ലാഹുമ്മ അലൈക തവക്കൽനാ വഇലൈക നബിനാ വഇലൈക്കൽ മസീർ. ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ നിഅമൽ മൗലാ വനിഅമൻ നസീർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനാ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വഗ്ഫിർ ലനാ വഇയ്യാഹും ബിമഗ്ഫിറതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.